അനുഗ്രഹമായതുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കും. हालेलुया। उसकी आशीषों को हम जब अनुभव करते हैं, वास्तव में हम परमेश्वर की ओर की रिस्पॉन्स किस प्रकार का है वो हम परख कर देखना बहुत जरूरी है। ദൈവത്തിൽ നിന്ന് വിവിധപരമായ അനുഗ്രഹങ്ങളെ പ്രാപിക്കുമ്പോൾ ആമേൻ നമ്മൾ എങ്ങനെയാണ് ദൈവത്തോട് അതിന് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തിരിച്ചുള്ള പ്രതികരണം എന്താണെന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. लूका के सुसमाचार उसके 17वें अध्याय चैप्टर 17 वर्सेस 11 से लेकर 19 तक की आयतें, फ्रॉम 11 to 19। आई मीन लूका के सुसमाचार उसके 17वें अध्याय उसके 11 से लेकर 19 तक के आयतों की ओर आज कुछ समय हमारे ध्यान हम लेकर आएंगे। ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കവിണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമരിയാക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. बहुत एक सुपरिचित एक वचन के भाग हमने यहाँ पर पढ़ा है। നമുക്ക് പരിചിതമായ ഒരു ഭാഗമാണ് വായിച്ചത്. 10 कोड़ी के बीमारी वाले 10 लोग यीशु के पास आने वाले घटना को हमने यहाँ पर पढ़कर सुना है। 10 കുഷ്ഠരോഗികളായ പുരുഷന്മാർ യേശുവിന്റെ അടുക്കൽ വരുന്ന കാര്യമാണ് നമ്മൾ വായിച്ചത്. मसीह यीशु यरूशलेम की ओर चलकर आ रहा है, യേശു യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുന്നു. और जैसे वो यरूशलेम की ओर आ रहा है, शमरिया और गलीली की बॉर्डर से उन्हें चलकर आना पड़ रहा है। ആ യെരൂശലേമിലേക്കുള്ള യാത്രയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി യേശു കടന്നുപോയി. जैसे वो यात्रा करते हुए आते हैं, 10 लोग यीशु को ढूंढकर यीशु के पास आने वाला घटना को हमने यहाँ पर देखा है। അങ്ങനെ യേശു യാത്ര ചെയ്തു പോകുമ്പോൾ യേശുവിനെ അന്വേഷിച്ച് 10 പേർ യേശുവിന്റെ അടുക്കൽ വരികയാണ്. हालेलुया। वास्तव में हालेलुया, आई मीन मसीह यीशु के द्वारा एक छुटकारा का एक उम्मीद के साथ ये लोग आ रहे हैं। ഈ വരുന്നവർക്ക് യേശു മുഖാന്തരം ഒരു വിടുതലിന്റെ പ്രതീക്ഷയുണ്ട്. हालेलुया। सच में यदि हम देखेंगे तो पुराने नियम में कोढ़ी की बीमारी के बारे में बहुत ही गंभीर तौर से बताया गया है। വാസ്തവത്തിൽ നമ്മൾ കുഷ്ഠരോഗത്തെ കുറിച്ച് പഴയ നിയമത്തിൽ വളരെ പ്രാധാന്യതയോടെ അല്ലെങ്കിൽ വളരെ ഗംഭീര്യമായി വിശദീകരിച്ചിട്ടുണ്ട്. लेविया के उस पुस्तक में उसके 13 और 14 अध्यायों में आई मीन कोढ़ी बीमारी के उस गंभीरता के बारे में बताया गया है। ലേവ്യ പുസ്തകം 13-14 അധ്യായങ്ങൾ മുഴുവനും കുഷ്ഠരോഗത്തെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. और इस कोढ़ी के बीमारी के साथ पाप को तुलना करते हुए हर एक समय वचन हमें सिखाते हैं। വചനം മുഴുവനായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുഷ്ഠരോഗത്തെ പാപത്തോട് ഉപമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. I mean, ये ऐसा ही नहीं होता है, बल्कि धीरे धीरे शरीर में शुरू होता है और बाहर काफी समय के बाद में वो दिखाई देना पड़ता है। ഈ അസുഖം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു കാര്യമല്ല, വളരെ സാവകാശത്തിൽ അത് ഉണ്ടായി വരുന്നു. അവൻ വളരെ നാളുകൾക്ക് ശേഷമാണ് ഇത് പുറമേ അറിവായി വരുന്നത്. जब तक ये बाहर दिखना शुरू होगा तब तक शरीर में काफी जगह पे ये फैल गया होगा। അത് പുറത്ത് വെളിപ്പെട്ട് വരുന്ന സമയം കൊണ്ട് അവൻ ശരീരത്തിൽ വളരെ വ്യാപകമായി വ്യാപിച്ചിട്ടുണ്ടാവും. और ये बीमारी के कारण उनके शरीर का काफी ऑर्गन्स नम हो जाते हैं, उसका सेंसेशन उन्हें खत्म हो जाता है। ഈ അസുഖത്തിന്റെ കാരണം കൊണ്ട് അവരുടെ ശരീരം പ്രതികരിക്കത്തില്ല, അവർക്ക് പലതും സ്പർശനത്താൽ അറിയുവാൻ കഴിയാത്ത ഒരു അവസ്ഥയായി മാറും. ऐसा भी हुआ है, कुछ लोगों का बीमारी इतना गंभीर होने के कारण उन लोग रात को जब सोए थे तब कोई दिक्कत नहीं था, लेकिन सुबह उठा तो उनके हाथों का उंगली गिर गया, उंगली दिखाई नहीं दे रहा है। ഈ അസുഖത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്
ആമേൻ പലരുടെയും ശരീരം ദ്രവിച്ച് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അവരുടെ ശരീരഭാഗങ്ങൾ അടർന്നു പോയതായി ദ്രവിച്ചു പോയതായി അനുഭവങ്ങളുണ്ട്. उतना गंभीर है ये कोढ़ी का बीमारी, और पुराने नियम में इसके बारे में हमें लेविया के पुस्तक में जिक्र किया गया है. ഈ അസുഖം അത്രമാത്രം ഭീകരതയുള്ളതാണ്. അതിനെക്കുറിച്ച് ലേവ്യ പുസ്തകത്തിൽ നന്നായി വർണ്ണിച്ചിട്ടുണ്ട്. आमीन. उनके बारे में ऐसा लिखा गया है कि वे अशुद्ध माना जाते हैं करके हम लेविया की पुस्तक में हम पढ़ते हैं. കുഷ്ഠരോഗികളെ കുറിച്ച് അവർ അശുദ്ധരെന്നാണ് അവരെ വിളിക്കുന്നത്. उनको शहर के बाहर, शहर में लोगों के साथ नहीं बल्कि शहर के बाहर हमें जाकर उन्हें रहना पड़ता है. അവർക്ക് പാർക്കേണ്ടത് പട്ടണത്തിനകത്തല്ല, അവർ നഗരത്തിന് വെളിയിൽ പാളയത്തിന് പുറത്ത് താമസിക്കണം. वे कभी भी अंदर आकर बाकी के लोगों के साथ आराधनालय में आराधना करने के लिए नहीं जा सकते हैं. കുഷ്ഠരോഗികൾക്ക് മന്ദിരത്തിൽ വന്ന് ആലയത്തിൽ വന്ന് മറ്റുള്ളവരോടുകൂടി ആരാധിപ്പാൻ അനുവാദമില്ല. मतलब उनका वर्शिप, उनकी आराधना भी रोका जाता है. അവരുടെ ആരാധന എല്ലാം തടയപ്പെട്ടു. लोगों के साथ मिलजुलना वो अमीन उनका खत्म हो गया है. ആളുകളുമായി കൂട്ടായ്മ ആചരിക്കുന്ന അനുഭവം അവർക്ക് നഷ്ടപ്പെട്ടു. केवल वही नहीं, फैमिलीज उन्हें अबैंडन कर देते हैं, फैमिलीज उन्हें छोड़ देते हैं, उनके साथ मुलाकात करने के लिए भी उनके अंदर इच्छा नहीं रहता है. അവരുടെ കുടുംബങ്ങളെല്ലാം അവരെ ഉപേക്ഷിച്ചു ത്യജിച്ചു കളഞ്ഞു, അവരെ കാണുവാൻ പോലും കടന്നു വരാറില്ല. आमीन. यदि ये लोग वहां से चलकर आ रहा है तो जोर जोर से चिल्लाकर अशुद्ध हूं बोलकर चिल्लाकर वहां से उन्हें चलना पड़ता है. കുഷ്ഠരോഗികൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നുവെങ്കിൽ ദൂരവേ നിന്നേ അവർ തന്നെത്താനെ ഉറക്കെ വിളിച്ചു പറയണം, അശുദ്ധമാണ്, അശുദ്ധരാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വേണം അവർക്ക് वे പോകാൻ. जितना जोर से चिल्लाएंगे उतना लोग उनसे दूर हटना शुरू होता है. അവരെത്ര ഉറക്കെ വിളിച്ചു പറയുന്നു കേൾക്കും തോറും ആളുകൾ അവരെ വിട്ട് അകന്നു മാറും. हालेलुया, प्रेज़ लॉर्ड. जैसे ये बीमारी दिखना शुरू होता है, चाहे वो पप्पा मम्मी हो, उन्हें वो छोड़ देते हैं. ഈ രോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കളാണെങ്കിൽ പോലും ഉപേക്ഷിക്കപ്പെടും. चाहे वो बच्चे हो, उन्हें भी छोड़ना पड़ जाता है. കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്കും വിട്ടുപോകേണ്ടതായി വരും. I mean, इसमें कोई रिश्ता का कोई संबंध नहीं है. ഇതിനകത്ത് ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. They are out of the society where हर एक लोगों से अलग किया जाता है, उन्हें बाहर छोड़ा जाता है. അവർ സമൂഹത്തിൽ നിന്ന് വേർപെട്ടവരായി അവരെ മാറ്റി പാർപ്പിക്കുവാനിടയാകും. हालेलुया. और पुराने नियम में हम पढ़ते हैं कि मिरियम को ये कोढ़ी का बीमारी हुआ करके हमने पढ़ा है. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന അനുഭവങ്ങളിൽ നിന്ന് മിരിയാമിന് ആമേൻ കുഷ്ഠരോഗം വന്ന അനുഭവം നമ്മൾ വായിക്കുന്നു. और वहां पर एक लंबा सफर के बीच में, यात्रा के बीच में उन्हें ये बीमारी आया करके हमने वहां पर पढ़ते हैं. അവരുടെ ആ നീണ്ട യാത്രയ്ക്കിടയിലാണ് മിരിയാമിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. हालेलुया. लेकिन उनके करीबन 6 लाख से अधिक लोगों का यात्रा एक व्यक्ति को कोढ़ी की बीमारी होने के कारण रुक जा रहा है. 6 ലക്ഷത്തിൽ പരം ആളുകളുടെ യാത്ര മുടങ്ങിയത് ഈ മിരിയാം എന്ന ഒറ്റ വ്യക്തിക്ക് വന്ന കുഷ്ഠരോഗ നിമിത്തമാണ്. उन्हें एक अलग जगह पे रहने के लिए एक अलग जगह तैयार करके देते हैं. അവൾക്ക് പാർക്കാനായി അവൾക്ക് പുറത്ത് വേറൊരു സ്ഥലം ഉണ്ടാകും. और 7 दिन तक वहां पर इंतजार करना पड़ता है. അവൾക്ക് 7 ദിവസം അവിടെ താമസിക്കേണ്ടി और വരും. उसके बाद में यदि उसके शरीर में कोई बदलावट होता है तो याजक, महायाजक आकर वेरीफाई करना पड़ता है कि इनका शरीर में कोढ़ी का बीमारी खत्म हुआ है या नहीं. 7 ദിവസം പാളയത്തിന് പുറത്ത് താമസിച്ചതിന് ശേഷം പുരോഹിതൻ നോക്കി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അവർക്ക് ആമേൻ അകത്ത് വരുവാൻ അനുവാദമുള്ളൂ. महायाजक उन्हें चंगाई नहीं दे सकता है, लेकिन उन्हें वेरीफाई करने का अधिकार दिया है. പുരോഹിതൻ ഒരിക്കലും അവർക്ക് സൗഖ്യം കൊടുക്കുവാനുള്ള അധികാരമൊന്നുമില്ല. അവരെ ആമേൻ നോക്കി പരിശോധിപ്പാൻ മാത്രമുള്ള ആമേ കാര്യമേ ഉള്ളൂ. ये महायाजक का सर्टिफाई करना है कि ये व्यक्ति का शरीर से कोढ़ी का बीमारी सब खत्म हो गया है करके सर्टिफिकेट देंगे तो ये व्यक्ति वापस अपने सोसाइटी में जा सकते हैं. പുരോഹിതൻ വന്ന് നോക്കി ഇവന്റെ ശരീരത്തിൽ കുഷ്ഠരോഗം ഇല്ല എന്ന് ഉറപ്പ് വരുത്തി ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ അവൻ അവർക്കകത്ത് വരാൻ കഴിയുള്ളൂ. कोविड के टाइम में वैक्सीनेशन लेने के बाद वो सर्टिफिकेट से अगर ट्रेन में यात्रा करना है तो सर्टिफिकेट दिखाना पड़ता है, फ्लाइट में यात्रा करना है सर्टिफिकेट दिखाना पड़ता था, वैसा ही इन्हें भी सर्टिफिकेट दिखाना पड़ता
देता है। കോവിഡിന്റെ സമയത്ത് നമ്മൾ കോവിഡിന്റെ വാക്സിന്റെ സർട്ടിഫിക്കറ്റുമായി ട്രെയിനിലും വിമാനത്തിലും ഒക്കെ യാത്ര ചെയ്തതുപോലെ ഇവർക്ക് പുരോഹിതന്റെ ഉറപ്പുവരുത്തിയ രേഖയുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സൊസൈറ്റിയിൽ പ്രവേശനമുള്ളൂ. परमेश्वर की महादया और करुणा के कारण ही, क्योंकि एक लंबा सफर के बीच में है, इसके लिए परमेश्वर मिरियम का पापों को क्षमा करके उनके वो खोड़ी की बीमारी से उन्हें चंगाई दे रहा है. വാസ്തവത്തിൽ വലിയ ഒരു നീണ്ട യാത്രയ്ക്ക് പുറപ്പെട്ട ദൈവജനത്തോട് ദൈവത്തിന് കരുണയുണ്ടായതുകൊണ്ടാണ് മിരിയാമിന്റെ രോഗത്തിന് അവളുടെ പാപം ക്ഷമിച്ച് ദൈവം സൗഖ്യം കൊടുത്തത്. उसके बाद में इसराइलियों के बीच में किसी को भी खोड़ी की बीमारी से चंगाई मिला करके कोई इतिहास नहीं बता रहा है. ഇസ്രായേലിന്റെ നടുവിൽ ഇനിയും അതിനുശേഷം കുഷ്ഠരോഗം സൗഖ്യമായ ഒരു ചരിത്രമില്ല. अन्य राज्य का एक नैमान नाम का व्यक्ति के बारे में हम पढ़ता है, वो इसराइली नहीं है, अन्य राज्य का है. वो जब एक भविष्यवक्ता के पास आ रहा है तब परमेश्वर उसे चंगाई देते हुए हम वहां पर पढ़ते हैं. അന്യരാജ്യക്കാരനായ നയമാൻ അവൻ പ്രവാചകനെ കാണുവാൻ വന്ന് അവിടെ വെച്ച് അവന്റെ കുഷ്ഠരോഗം അവൻ സൗഖ്യമായ ഒരു കാര്യം കൂടിയുണ്ട്. हालेलुया. और ये बड़े विश्वास के साथ भविष्यवक्ता के पास आते हैं. भविष्यवक्ता कहता है कि जाओ यॉर्दान के नदी में 7 बार डूबो, और डूब कर जब आते हैं छोटा सा बच्चे के शरीर के समान एक नया शरीर उन्हें मिलता है करके हम वहां पर उस घटना में पढ़ते हैं. അവൻ പ്രവാചകനെ കാണുവാൻ ചെന്നപ്പോൾ നീ പോയി യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങുക എന്ന് പറഞ്ഞതനുസരിച്ച് അവൻ മുങ്ങി. അവൻ സൗഖ്യം പ്രാപിച്ച് അവന്റെ ശരീരം ഒരു കൊച്ചു ബാലന്റെ ശരീരം പോലെ ആയി തീർന്നവൻ സൗഖ്യം പ്രാപിച്ചവനായി പോയി എന്ന് നമ്മൾ വായിക്കുന്നു. लेकिन ये व्यक्ति एक अन्य राज्य का है, इसराइलियों के बीच में नहीं हुआ है. അതും അന്യജാതിക്കാരനായ ഒരുവന് വേണ്ടി സൗഖ്യമുണ്ടായി. അവൻ ഇസ്രായേലിയൻ तो അല്ലായിരുന്നു. उसका मतलब इसराइलियों के बीच में उसके बाद कोई खोड़ी की बीमारी चंगा हुआ घटना को हमने कहीं नहीं पढ़ा है. അങ്ങനെ നോക്കിയാൽ ഇസ്രായേലിയന്റെ ഇടയിൽ കുഷ്ഠരോഗം സൗഖ്യമായ ഒരു ചരിത്രം കാണാനില്ല. और इसराइलियों के बीच में जब वे मसीहानी कवरेंट जब लिखते हैं उसके बारे में कहा गया है कि जब मसीह यीशु आएंगे केवल यीशु ही ये बीमारी से लोगों को चंगाई दे सकता है, छुटकारा दे सकता है करके वे लोग कहना शुरू किया. അവരുടെ ഇടയിൽ അവർ മശിഹായുടെ പ്രമാണം എഴുതിയ സമയത്ത്, മശിഹായെ കുറിച്ചുള്ള ഉടമ്പടികൾ എഴുതിയ സമയത്ത് മശിഹ വന്നാൽ അവൻ കുഷ്ഠരോഗം സൗഖ്യമാക്കും എന്നൊരു എഴുത്ത് അവരുടെ ഇടയിൽ ഉണ്ടായി. और कोई चंगाई नहीं दे सकते, केवल मसीह यीशु ही, मसीहा ही उन्हें चंगाई दे सकता है करके लोगों के बीच में एक बात फैल रहा है. അവരങ്ങനെ ഒരു അവരുടെ ഇടയിൽ ഇങ്ങനെ പറയുമായിരുന്നു, മശിഹ വന്നാൽ മശിഹായിക്ക് മാത്രമേ ഈ കുഷ്ഠം എന്ന രോഗം സൗഖ്യമാക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു പറച്ചിലുണ്ടായിരുന്നു. लूका के सुसमाचार 17वें अध्याय के 11वें आयत में उसी मसीहा यीशु वहां से चलकर जा रहा है. ആ ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആ മശിഹായാണ് ആ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നത്. ये 10 लोग बड़े उम्मीद के साथ यीशु के पास वे आ रहे ഈ हैं. 10 കുഷ്ഠരോഗികൾ വലിയ പ്രതീക്ഷയോടെയാണ് മശിഹായുടെ അടുക്കൽ क्योंकि വരുന്നത്. महायाजक चंगाई नहीं दे सकता है, केवल वेरिफिकेशन सर्टिफिकेट ही दे सकता है. കാരണം അവരുടെ പുരോഹിതൻ അവർക്ക് സൗഖ്യം കൊടുക്കാൻ കഴിയത്തില്ല, കേവലം രോഗമില്ലെന്നുള്ള രേഖ എഴുതി കൊടുക്കാനേ കഴിയൂ. हालेलुया, प्रेज लॉर्ड. यदि चंगाई दे सकता है तो मसीह यीशु ही चंगाई दे सकता है. സൗഖ്യം തരുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുവനേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു മാത്രം. यीशु आने तक उनके अंदर कोई प्रतीक्षा नहीं था, कोई उम्मीद नहीं था. हालेलुया. और कोई उन्हें चंगाई नहीं दे सकता है. उस अवस्था में अपने जिंदगी को वे बिताते हुए आ रहे हैं. മശിഹ വരുന്ന സമയം വരെ, യേശു വരുന്ന സമയം വരെ അവർക്ക് സൗഖ്യം കൊടുക്കുവാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെന്ന് യാതൊരു പ്രതീക്ഷയും അവരുടെ ജീവിതത്തിൽ ഒരു വകയും ആശയ്ക്ക് ഇല്ലായിരുന്നു. उनका कोई भविष्य तक नहीं है, क्योंकि ये बीमारी आ गया तो उनका फ्यूचर खत्म हो गया है. हालेलुया. सोचकर देखिएगा, एक प्रेज लॉर्ड व्यक्ति का उम्मीद पूरा टूट रहा है एक बीमारी के कारण.
ആ രോഗം വന്നവർക്ക് ആർക്കും അവരുടെ ഭാവിയെ കുറിച്ച് യാതൊരു പ്രതീക്ഷയും പറയുവാനില്ല. കാരണം ഈ രോഗം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം നഷ്ടപ്പെട്ട അനുഭവമാണ്. I mean, पाप को भी इसके साथ तुलना किया जाता है. ഈ രോഗത്തെ പാപത്തോട് അവൻ ഉപമിച്ചിട്ടുണ്ട്. I mean, पाप धीरे धीरे से हमारे अंदर कार्य करना शुरू करता है. പാപം ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് വളരെ സാവകാശത്തിലാണ്. एकदम से कभी भी कहीं पर भी दिखाई नहीं देता है. പെട്ടെന്ന് ആർക്കും ഇതിനെ വെളിയിൽ കാണുവാൻ I കഴിയത്തില്ല. mean, चर्च जाता तो है, आराधना करता तो है, लेकिन अंदर पाप कहीं ना कहीं हमें नियंत्रण करना शुरू कर लेता है. ചർച്ചിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നും പാടുന്നും ഒക്കെ ഉണ്ട്. പക്ഷെ എവിടെയോ എവിടെ നിന്നോ പാപം ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. हालेलुया. वर्शिप लीडिंग भी करते हैं, लेकिन परमेश्वर के साथ कोई संबंध नहीं है. ആരാധന നയിക്കുന്ന ലീഡർ ആയിരിക്കാം, പക്ഷേ ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അനുഭവം. I mean, एक बार एक पास्टर एक जवान व्यक्ति से पूछ रहा था कि बेटा तू प्रार्थना करता है? ഒരു ദേവദാസൻ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോനെ നീ പ്രാർത്ഥിക്കാറുണ്ടോ? वो एक जेन्युइन बंदा था, इसके लिए कहा कि नहीं पास्टर अंकल, उतना मैं प्रार्थना नहीं करता हूँ. അവനൊരു നല്ല പയ്യനായിരുന്നു, അതുകൊണ്ട് അവൻ പറഞ്ഞില്ല പാസ്റ്റർ, എനിക്ക് അത്രയൊന്നും പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. हम हुए तो बोलते थे हाँ हाँ हम तो जरूर प्रार्थना करते हैं. നമ്മളാണെങ്കിൽ പറയും, ഹാ ഞങ്ങൾ ഭയങ്കര പ്രാർത്ഥനയാണ്. हालेलुया. लेकिन उसने कहा कि नहीं अंकल मैं प्रार्थना नहीं करता. എന്നാൽ അവൻ സത്യം പറഞ്ഞു, എനിക്ക് അത്രയ്ക്കൊന്നും കഴിയുന്നില്ല പാസ്റ്റർ. बाइबल पढ़ते हैं? ബൈബിള് വായിക്കാറുണ്ടോ? नहीं नहीं, वो आदत भी नहीं है. അതുമില്ല. हालेलुया. फिर पापा मम्मी जब बैठते तो उनके साथ थोड़ा बहुत वो लोग प्रार्थना करते तो मैं चुपचाप बैठ जाता हूँ. പപ്പായും മമ്മിയും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരുടെ കൂടെ മിണ്ടാതെ അവിടെ പോയി കുറച്ചു നേരം ഇരിക്കും. उसके अलावा परमेश्वर के साथ कोई संबंध नहीं है. അതുകൂടാതെ എനിക്ക് ദൈവവുമായി വലിയ ബന്ധമൊന്നുമില്ല. लेकिन ये जवान लड़का ये पास्टर से बोल रहा है कि पास्टर अंकल एक मेरे एक बात कहना है, वो मेरे लिए आप थोड़ा करके दे देना. എന്നാൽ ഈ കൊച്ചു പയ്യൻ പാസ്റ്ററോട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. I mean, इस संडे को मुझे भी 10 मिनट देना, मैं भी कुछ थॉट्स शेयर करना चाहता हूँ. ഈ ഞായറാഴ്ച എനിക്കൊരു 10 മിനിറ്റ് തരണം, എനിക്കൊരു ചിന്തയുണ്ട്, അതൊന്ന് പങ്കുവയ്ക്കാൻ. हालेलुया. चर्च में मुझे थॉट्स शेयर करने के लिए मौका नहीं मिल रहा है. എനിക്ക് സഭയിൽ എന്റെ ചിന്തകളൊക്കെ പറയാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. जो प्रार्थना नहीं कर रहा है, जो वचन नहीं पढ़ रहा है, वो व्यक्ति चर्च में उठकर थॉट्स बोलने के लिए तैयार है. ആ പ്രാർത്ഥന ജീവിതമില്ലാത്ത വ്യക്തി, വചന വായനയില്ലാത്ത വ്യക്തി ചർച്ചിൽ എഴുന്നേറ്റ് വലിയ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഒരുക്കമാണ്. जिसको परमेश्वर के साथ कोई संबंध ही नहीं है, वो व्यक्ति चर्च में बड़ा व्यक्ति बनने का कोशिश कर रहा है. ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാത്തവനും സഭയിൽ വലിയ ആളാകുവാൻ ശ്രമിക്കാറുണ്ട്. I mean, आत्मिक जो एक माहौल है वो पूरा मैनिपुलेट किया जा रहा है. इसके लिए भक्तों का गिनती कम होते जा रहा है. ആത്മിക മണ്ഡലം മുഴുവനും ഇപ്പോൾ വളരെയധികം മാനിപ്പുലേറ്റഡ് ആയി ദൈവഭക്തന്മാരെ കാണുവാനില്ലാത്ത അനുഭവമാണ്. यहाँ से वहां से थॉट्स सुनकर चर्च में आकर बोलने वाला जगह नहीं है, बल्कि आप परमेश्वर के साथ एक गहरा रिश्ता होना जरूरी है. उसके अलावा आप कुछ भी करें वो सब कुछ निष्फल हो जाएगा. അവിടെയും ഇവിടെയും കേട്ട ചിന്തകളെല്ലാം കൂടെ കൊണ്ടുവന്ന് പറയുവാനുള്ള ഇടമല്ല ദൈവത്തിന്റെ ആലയം. ദൈവഭക്തിയോടെ ജീവിക്കുവാൻ അവനിടയായി തീരട്ടെ. हालेलुया. पाप धीरे धीरे से कार्य करना शुरू करता है, പാപം വളരെ സാവകാശത്തിൽ കാര്യങ്ങളെ ചെയ്യുവാൻ തുടങ്ങും. लेकिन एक दिन वो जरूर आपको पूरा कब्जा कर लेगा. എന്നാൽ ഒരു ദിവസം അത് മുഴുവനും കീഴടക്കും. रोमियो के पत्री 3 अध्याय उसके 23 आयत में ऐसा लिखा है, for all have sinned and fall short of his glory. हालेलुया. हम सब पाप किया और उसके महिमा से हम गिर गए हैं. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ 23 നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. I mean, एशिया की किताब उसके 59 अध्याय उसके दूसरी आयत में हमारे इनिक्वाइटीज हमें परमेश्वर और हमसे हमें अलग करते हैं. हमारे पाप, हमारे अधर्म के स्वभाव हमें और परमेश्वर से अलग करता है करके लिखा गया है. യെശയ്യാ പ്രവചനം 59:2, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്.
നിങ്ങളുടെ പാപങ്ങൾ അത്ര അവൻ കേൾക്കാതെ വേണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയതെന്ന് तो പറഞ്ഞിരിക്കുന്നു. हमें और परमेश्वर को क्या दूर कर रहा है? നമ്മളെയും ദൈവത്തെയും തമ്മിൽ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്താണ്? इस बीच में आने वाला पाप का स्वभाव हमें और परमेश्वर से हमको अलग कर रहा है. നമ്മുടെ പാപ സ്വഭാവമാണ് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നത്. रोमियो के पत्री उसके 6 अध्याय उसके 23 में the wages of sin is death. हालेलुया. पापों का जो सैलरी है वो मृत्यु है करके हम वहां पर पढ़ते हैं. ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ. हालेलुया. पाप का एक ही सॉल्यूशन है, मृत्यु होना है, लेकिन पुत्र यीशु के द्वारा हमें एक नया जीवन की ओर वो हमें ले चल रहा है. പാപത്തിന്റെ ആമേൻ പരിണിത ഫലമായി മരണം മാത്രം അനുഭവിക്കേണ്ടിയിരുന്ന നമ്മളെ പുത്രൻ മുഖാന്തരം രക്ഷിപ്പാനിടയായി തീർന്നു. कैंसर का शुरुआत में यदि ट्रीटमेंट करेंगे तो ज्यादा फैलने से बच जाएगा. ക്യാൻസർ രോഗം അതിന്റെ ആരംഭത്തിൽ തന്നെ ചികിത്സിക്കാമെങ്കിൽ അത് വളരെയധികമായി പലയിടങ്ങളിൽ വ്യാപിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയും. नहीं तो शरीर का हर एक भाग में वो फैलना शुरू हो जाता है. അല്ലെങ്കിൽ അത് ശരീരം മുഴുവനും വ്യാപരിക്കും. पाप को भी ट्रीटमेंट करना बहुत जरूरी है. പാപത്തെ നമ്മൾ കാര്യ ഗൗരവത്തോടെ എടുക്കണം. परमेश्वर के सम्मुख जाकर अरे खुदा मुझसे ये गलती हो गया है, मुझसे ये गुनाह हो गया है, तू मुझे माफ कर, तेरे लहू से मुझे धो दे. हमारा प्रार्थना करना बहुत जरूरी है. പാപം തിരിച്ചറിയുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് ദൈവമേ എനിക്ക് തെറ്റുപറ്റി എന്ന് ദൈവത്തോട് ആമേൻ ക്ഷമ ചോദിച്ച് ശുദ്ധീകരണം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. और यहाँ पर हम देखते हैं कि उस 17वें अध्याय लूका के सुसमाचार 17वें अध्याय उसके 12वें आयत के लास्ट में हम देखते हैं they stood at a distance. वे काफी दूर खड़ा रहते हुए हम वहां पर पढ़ते हैं. 17ാം അധ്യായത്തിന്റെ 12ാം വാക്യത്തിലും വന്ന കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ യേശുവിൽ നിന്ന് വളരെ അകലെ നിന്നുകൊണ്ടാണ് പറയുന്നത്. वे यीशु के करीब तक नहीं आ पा रहे അവർ യേശുവിന്റെ അടുക്കൽ വരുവാൻ और കഴിയുന്നില്ല. 13वीं आयत में हम पढ़ते हैं and they called out in a loud voice, Jesus master have pity on us. हालेलुया. वे जोर जोर से पुकार कर यीशु से वे प्रार्थना कर रहे कि खुदा तू हम पर रहम कर, हम पर तेरे दया को दिखा. അതിന്റെ 13ാമത്തെ വാക്യത്തിൽ യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് അവർ വളരെ ഉറക്ക നിലവിളിക്കുവാനിടയായി. जिसके जिंदगी में जरूरत है वो जोर जोर से पुकारेगा. ജീവിതത്തിൽ ഒരു ആവശ്യമുള്ള വ്യക്തി അവൻ വളരെ ഉറക്ക നിലവിളിക്കുവാനിടയാവും. हम कहते हैं कि रोने वाले बच्चे को ही दूध मिलेगा. നമ്മൾ പറയുന്ന ഒരു പറച്ചിലാണ് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന്. अरे जब तक आप नहीं रोएंगे तो आप भूखा है करके कैसा पता चलेगा? നമ്മൾ കരഞ്ഞില്ല എങ്കിൽ നമുക്ക് വിശപ്പുണ്ടെന്ന് എങ്ങനെ അറിയും? आप जब तक परमेश्वर से कहने के लिए तैयार नहीं कैसा पता चलेगा आपका जरूरत क्या है? നമ്മൾ ദൈവത്തോട് പറയുവാൻ ഒരുക്കമല്ല എങ്കിൽ എങ്ങനെ മനസ്സിലാവും നമ്മുടെ ആവശ്യം എന്താണ്? परमेश्वर मेरे सारे बातों को जानता तो है, लेकिन मेरा जिम्मेदारी है परमेश्वर से दिल खोलते हुए अपेक्षा करना. ദൈവം നമ്മുടെ ആവശ്യങ്ങളെ അറിയുമ്പോൾ തന്നെ അവൻ ദൈവത്തോട് ഹൃദയം തുറന്ന് നമ്മുടെ ആവശ്യം പറയുക അതും അനിവാര്യമാണ്. हालेलुया. हमारे बीच में ऐसा होता है कि जब जरूरत है तो हम प्रार्थना करते, मिलने के बाद में हमें वहां पर दिखाई तक नहीं देता. നമ്മുടെ ഒരു ശീലമാണ് ആവശ്യങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കും, പ്രാർത്ഥിച്ചത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആളെ കാണാനില്ല. मैं कुछ परिवारों को जानता हूँ जब समस्या में गिर गए, अरे इतना उपवास में है, ये उपवास यदि कुछ समय पहले ले लेता तो इतना समस्या में नहीं गिरता था. ചില കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്, ചില പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ ഭയങ്കര ഉപവാസവും പ്രാർത്ഥനയും, പക്ഷെ ഈ ഉപവാസം നേരത്തെ എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ പെട്ടുപോകത്തില്ലായിരുന്നു. और फिर पास्टर्स को भी प्रेशराइज करते कि पास्टर आप भी उपवास में बैठो, आप भी बैठो. पीछे पड़ जाते हैं. हालेलुया. पहले उपवास में बैठने वालों का निंदा करते थे ये लोग, और अभी जब जिंदगी में जरूरत आ गया तब उपवास क्या है उसका इंपॉर्टेंस उन्हें समझ में आ रहा है. പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിയുമ്പോൾ ഉപവാസം തുടങ്ങും. പിന്നീട് പാസ്റ്ററേയും ഭയങ്കര നിർബന്ധിക്കും. പാസ്റ്ററും കൂടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുക, ഈ പ്രശ്നം ഒന്ന് മാറണമെങ്കിൽ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ബഹളം വെക്കും. पास्टर अब घर में आओ, हमारे साथ उपवास में प्रार्थना करो. പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കും. घर में गया, प्रार्थना किया, अगले दिन भी सुबह बुला रहे पास्टर आज भी आ जाओ. വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു, പിറ്റേ ദിവസം രാവിലെ പിന്നെയും വിളിക്കുക, പാസ്റ്റർ ഇപ്പം പിന്നെയും വരണം. पास्टर कहता है कि बाकी के घरों में भी विजिटिंग के लिए जाना है.
പാസ്റ്റർ പറയും മറ്റു വീടുകളും കൂടെ ഉണ്ടല്ലോ. लेकिन वो कहते नहीं नहीं पास्टर, हमारे विषय में पहले चंगाई मिलने दो, बाद में बाकी के घरों में चले जाओ. അവര് പറയും ഞങ്ങളുടെ വീട്ടിലെ വിഷയത്തിന് മറുപടി കിട്ടിയിട്ട് പിന്നെ ബാക്കി വിഷയങ്ങൾക്ക് വേണ്ടി. आपको समझ में आ रहा है? हालेलुया. जब बैठना है तभी बैठ जाते हैं तो इतना गंभीर नहीं होता था. ആ പ്രാർത്ഥനയിൽ ഇരിക്കേണ്ട സമയത്ത് ഇരുന്നിരുന്നെങ്കിൽ വിഷയം ഇത്ര ആമേൻ വഷളാകിയില്ലായിരുന്നു. परमेश्वर के पास सारे बातों का इलाज है. ദൈവത്തിന്റെ പക്കൽ എല്ലാത്തിനും വിടുതലുണ്ട്. अरे आप उपवास नहीं बैठेंगे तो आपको बिठाना परमेश्वर जानता है. ഉപവാസം നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമില്ല എങ്കിൽ ദൈവത്തിന് ഉപവസിപ്പിക്കാനും അറിയാം. I mean, प्रार्थना करने का एक आदत नहीं है तो प्रार्थना करवाने का आदत डलवाने के लिए परमेश्वर के पास योजना है. പ്രാർത്ഥനയില്ലാത്ത ജീവിതമാണെങ്കിൽ പ്രാർത്ഥിപ്പിക്കുന്നവനാക്കി മാറ്റാൻ ദൈവത്തിന്റെ അടുക്കൽ ആമേൻ വഴികളുണ്ട്. I mean, मेरा बुद्धि इतना ही है लेकिन मेरा परमेश्वर मुझे बनाया है तो उसका बुद्धि कितना होगा. എന്റെ ബുദ്ധി ഇത്രയാണെങ്കിൽ എന്നെ ഉണ്ടാക്കിയവന്റെ ബുദ്ധി എത്രയായിരിക്കും. हालेलुया. मेरा कोई भी काम उसके हाथ के उसके सामने वो काम में नहीं आता है. എന്റെ ഒരു പരിപാടിയും ദൈവത്തിന്റെ മുന്നിൽ നടക്കത്തില്ല. हालेलुया. परमेश्वर के सम्मुख हर पल हम तैयार रहना और उसके सामने हमारे गुनाहों को कबूल करना बहुत जरूरी है. നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ നമ്മൾ സമ്മതിക്കുകയും നമ്മൾ ഏറ്റുപറയുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. यहाँ पर ये चिल्लाकर यीशु से प्रार्थना कर रहे कि खुदा यदि आप चाहे तो हम पर तो दया कर बोलकर वे परमेश्वर से प्रार्थना कर रहे हैं. യേശുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഇവർ ദൈവത്തോട് ഉറക്കെ നിലവിളിക്കുകയാണ്. मैं वहां पर जब पढ़ रहा था उसके 14th आयत में यीशु उन्हें नहीं छू रहा है बल्कि उससे कहता है कि चले जा और तेरे चंगाई के बारे में महायाजक को जाकर वेरीफाई करके सर्टिफिकेट वहां से ले ले. അവിടെ 14-ാം വാക്യം സൂക്ഷിച്ചു വായിച്ചപ്പോൾ നമ്മൾ വായിച്ചപ്പോൾ ഇങ്ങനെയാണ്, അവിടെ എങ്ങും യേശു അവരെ തൊട്ടതായിട്ട് കാണുന്നില്ല. യേശു പറയുന്നത് നിങ്ങൾ പോയി പുരോഹിതന് നിങ്ങളെ തന്നെ കാണിച്ച് ആമേൻ ശുദ്ധരായി തീരും. हालेलुया. प्रेज़ गॉड. तब तक उन्होंने शायद सुना है यीशु ने बीमारों को छूते हुए चंगाई दिया हुआ अनुभवों के बारे में उन्होंने सुना है. അവര് പല അനുഭവങ്ങൾ കേട്ടതിലെല്ലാം യേശു പലരെയും തൊട്ട് സുഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവർ അറിഞ്ഞിട്ടുണ്ട്. एक व्यक्ति बहरा था, यीशु ने अपने उंगली उनके कान में डालकर यफदा खुल जा करके जब कहा तब वो कान भी खुल गया. ये लोगों ने सोचा होगा कि यीशु शायद हमें छूकर हमें शायद चंगाई दे देंगे. ചെകിടനായ ഒരുവന്റെ ചെവിയിൽ യേശു ആമേൻ കൈയിട്ട് വിരലിട്ട് ആമേൻ തുറന്നു വരിക എന്നർത്ഥമുള്ള എഫദ എന്ന് പറഞ്ഞപ്പോൾ അവന്റെ ചെവി തുറന്നു വന്നതുപോലെ ഇവരും ചിന്തിച്ചു യേശു ഞങ്ങളെ ഇപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് സുഖം തരുമായിരിക്കും. एक स्त्री यीशु के वस्त्र को छूकर 12 साल का बीमारी चंगाई होते हुए गवाहियों को शायद इन्होंने सुना होगा. 12 വർഷമായി സുഖമില്ലാതിരുന്ന സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യമായത് ഇവർ കേട്ടിട്ടുണ്ടായിരിക്കും. हालेलुया. प्रेज़ गॉड. काफी बातों को उन्होंने सुना है लेकिन इनके बारे में यीशु कहता है चले जा और महायाजक को दिखा तेरा बीमारी चंगाई हो गया. എന്നാൽ ഇവരോട് യേശു പറയുകയാണ്, നിങ്ങൾ ആമേൻ പോയി നിങ്ങളെ തന്നെ പുരോഹിതന് കാണിക്കുക ആമേൻ എന്ന് മാത്രം അവരോട് പറഞ്ഞു. हालेलुया. वे लोग चले गए लेकिन उसमें से एक व्यक्ति वापस यीशु के पास लौट कर आकर यीशु के सामने दंडवत करते हुए धन्यवाद कह रहा है. അവർ 10 പേരും പോകയിൽ ശുദ്ധരായി തീർന്നു. അവരിൽ ഒരുത്തൻ മാത്രം സൗഖ്യം വന്നത് കണ്ട് മടങ്ങി വരുവാനിടയായി. पाप से उद्धार वो मुफ्त है. साल्वेशन इज फ्री. हालेलुया. उद्धार हम कभी भी खरीद नहीं सकते हैं, इसके लिए परमेश्वर ने हमें मुफ्त में दिया है. പാപത്തിൽ നിന്നുള്ള വിടുതൽ അല്ലെങ്കിൽ രക്ഷ നമ്മൾക്ക് ദൈവം ആമേൻ സൗജന്യമായി തന്നിരിക്കുകയാണ്. मैं कितना भी पैसा दूं मैं खरीद नहीं पाऊंगा, എത്ര പണം കൊടുത്താലും അത് വാങ്ങാൻ കിട്ടത്തില്ല. क्योंकि मेमना के लहू से ही उसको खरीदा जा सकता है. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഒരു വിലയാണ് अपने കൊടുത്തത്. एकलौता पुत्र को मेरे लिए दे दिया. उसके शरीर के आखिरी बूंद लहू तक मेरे उद्धार के लिए उसने देने के लिए तैयार हो गया. തന്റെ ഏകജാതനായ യേശുവിന്റെ രക്തം അവസാന തുള്ളി രക്തം വരെ എനിക്ക് വേണ്ടി കൊടുത്താണ് ആമേൻ എനിക്ക് ഈ രക്ഷ സൗജന്യമായി തന്നത്. साल्वेशन फ्री है लेकिन पवित्रताई में रहने का जिम्मेदारी उसके लिए प्रयास करना मेरा कर्तव्य है. രക്ഷ സൗജന്യമായി ലഭിക്കുമ്പോൾ തന്നെ വിശുദ്ധിയിൽ നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. हालेलुया. काफी बार हम कहते हैं कि पास्टर आप थोड़ा प्रार्थना कर लो वो उद्धार पा लेगा.
ചിലര് പറയാറുണ്ട്, പ്രാർത്ഥിക്ക് പാസ്റ്ററെ അവൻ രക്ഷപ്പെടാൻ. हालेलुया। एक बार एक भाई उसका शादी होना है। ഒരു സഹോദരന്റെ വിവാഹം നടക്കണമായിരുന്നു. हम जब यूपी मेरठ में थे तभी वहां पर एक जवान लड़का जो चर्च में सबसे एक्टिव है और वो 6 महीने का कोर्स तक किया, बाइबल कोर्स तक किया और सेवकाई के लिए उनके मन में बहुत बड़ा एक बोझ और आग्रह था। യുപിയിലായിരുന്ന സമയത്ത് അവിടെ 6 മാസത്തെ ബൈബിൾ കോഴ്സ് ഒക്കെ ചെയ്ത സുവിശേഷ വേലയ്ക്ക് വളരെ തൽപരനായ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. हम तभी उस साल ही वहां पर ट्रांसफर होकर हम उधर गए थे। ആ വർഷമാണ് അവിടെ ട്രാൻസ്ഫർ ആയി ചെന്നത്. उनका बहन और परिवार भी हमारे कलीसिया में ही आते थे। അവരുടെ സഹോദരി കുടുംബം ഞങ്ങളുടെ ചർച്ചിൽ തന്നെയായിരുന്നു വരുന്നത്. उन्होंने कहा कि मेरा भाई पास्टर आपके साथ खड़े होकर पूरा सेवकाई में मदद करेंगे। ആ സഹോദരനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററുടെ കൂടെ നിന്ന് അവൻ എല്ലാ ശുശ്രൂഷയ്ക്കും സഹായിക്കും. और सच में वो ऐसा करने वाला व्यक्ति भी है। അവൻ വാസ്തവത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. लेकिन प्रेस्टोड उनको एक विवाह के विषय आया അവന്റെ വിവാഹത്തിന്റെ സമയം और വന്നപ്പോൾ उनके रीति रिवाज के अनुसार उनके परिवार से ही एक व्यक्ति का शादी उनका होना जरूरी है। അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരു വിവാഹം നടക്കേണ്ട ഒരു രീതിയുണ്ട്. मेरे से आकर कहा, मैंने पूछा कि वो व्यक्ति उद्धार पाया है? ഞാൻ ചോദിച്ചു, ആ വ്യക്തി രക്ഷിക്കപ്പെട്ടതാണോ? उन्होंने कहा नहीं, उद्धार नहीं पाया पास्टर, लेकिन मेरे अंदर वो स्पिरिट है, वो मैं प्रार्थना करते ही वो उद्धार पा लेगा। ആ വ്യക്തി പറഞ്ഞു, ഇല്ല, എന്റെ ആത്മാവിനാൽ ഞാൻ പ്രാർത്ഥിച്ച് അവനെ രക്ഷയിലേക്ക് കൊണ്ടുവരും. मैंने कहा कि तू कितना ही प्रार्थना करे, उद्धार उसमें नहीं होने वाला है। ഞാൻ പറഞ്ഞു, നീ എത്ര പ്രാർത്ഥിച്ചാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. तब वो कहता है कि पास्टर आप भी थोड़ा प्रार्थना कर लेना, उद्धार आ जाएगा उसमें। പാസ്റ്ററും കൂടെ പ്രാർത്ഥിക്കുക, എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. हालेलुया। मैंने कहा कि उद्धार मुफ्त में है, लेकिन परमेश्वर पर दया करना बहुत जरूरी है। ഞാൻ പറഞ്ഞു, രക്ഷ സൗജന്യമായി ലഭിക്കും, പക്ഷെ ദൈവത്തിന്റെ കരുണയും കൂടെ ഈ വിഷയത്തിൽ ഉണ്ടാകണം. उद्धार में परमेश्वर लाता है, हम नहीं लाते हैं। രക്ഷയിലേക്ക് ദൈവമാണ് ജനത്തെ നടത്തുന്നത്. ये हमारा जिम्मेदारी है कि यीशु के बारे में उनसे कहना, ദൈവത്തെ കുറിച്ച് രക്ഷയെ കുറിച്ച് അവരോട് പറയുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. लेकिन उद्धार यीशु के द्वारा मिलता है, രക്ഷ ദൈവമാണ് നൽകുന്നത്. क्योंकि दाम उसने चुकाया है। വില കൊടുത്തത് കർത്താവാ. मैंने कहा कि भाई तू जाएगा तो कभी भी तू भी वापस नहीं लौटने वाला है। ഞാൻ അവനോട് പറഞ്ഞു, നീ പോയാൽ നീയും തിരിച്ചു വരാൻ उसने പോകുന്നില്ല. चैलेंज किया कि पास्टर अंकल मैं जरूर आऊंगा, उसको भी लेकर आऊंगा बोलकर वो गए। അവൻ പറഞ്ഞു, ഞാനും പോകുകയാ, വിവാഹം കഴിച്ച് ഞാൻ ആ വ്യക്തിയും കൂടെ നേടിക്കൊണ്ടുവരും. शादी के लिए गया, फिर उसके बाद में आज तक उसे दिखाई नहीं दिया। കല്യാണത്തിന് പോയതിനു ശേഷം ഇന്ന് വരെ ആളെ കണ്ടിട്ടില്ല. उसका भी उद्धार चले गया। അവനും രക്ഷയിൽ നിന്ന് നഷ്ടപ്പെട്ടു. समझ में आ रहा है? प्रेज़ द लॉर्ड, हालेलुया। जो नहीं करना है वो करने के लिए हमारे अंदर बड़ा हिम्मत हम दिखाते, लेकिन परमेश्वर दया किए बगैर किसी को नहीं ला सकते हैं। നമ്മള് വലിയ ധൈര്യമൊക്കെ ആവശ്യമില്ലാത്ത ഇടത്ത് കാണിച്ച് ഇറങ്ങിപ്പോയിട്ട് ദൈവം കരുണ ചെയ്യാതെ ഒരുത്തനും രക്ഷപ്പെടത്തില്ല. लेकिन परमेश्वर ने इतना कठोर पापियों को भी परमेश्वर के पास लेकर आया है। എന്നാൽ ദൈവം കഠിന പാപം ചെയ്ത മനുഷ്യരെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് നടത്തിയിട്ടുമുണ്ട്. एक बार जर्मनी में एक जवान, एक टीनेजर, एक लड़का था। ജർമ്മനിയിൽ ഒരു കൊച്ചു യൗവനക്കാരനായ ബാലൻ ഉണ്ടായിരുന്നു. उसका टीनेज का समय से ही वो ड्रग्स और अल्कोहल लेना शुरू किया। അവന്റെ കൊച്ചു പ്രായം മുതൽ അവൻ മയക്കുമരുന്നുകളും മദ്യപാനവും ഉണ്ടായിരുന്നു. उसका जिंदगी बिखरा हुआ हो गया, मित्रों के साथ गलत गलत कार्यों के लिए वो चले जाता था और घर से वो निकल कर जाकर कभी कभी 3 दिन के बाद या 1 हफ्ते के बाद में वो लौट कर आता था। അവൻ കൊച്ചു പ്രായം മുതൽ കൂട്ടുകാരുടെ കൂടെ തെറ്റായ പ്രവൃത്തികളെല്ലാം ചെയ്ത് ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അനേക ദിവസങ്ങൾ കഴിഞ്ഞ് മടങ്ങി വരിക, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. उनका 14 इयर्स का उम्र में, 14 साल के जो उम्र में उनका मम्मी का डेथ हो रहा है। അവന്റെ 14ാമത്തെ വയസ്സിൽ അവന്റെ അമ്മ മരിച്ചു. लेकिन ये बेटा को उसके अगले दिन में पता चल रहा है कि कल उनका मम्मी का मृत्यु हुआ था। ആ മരണം സംഭവിച്ചതിന്റെ പിറ്റേന്നാളാണ് മകൻ അറിയുന്നത് അമ്മ മരിച്ചു എന്ന്. सोचकर देखिएगा, उसका जिंदगी का अवस्था उतना कठोर हो गया था। അവന്റെ ജീവിതം അത്ര വഷളായി പോയി. कोई भी उसे सुधार नहीं पा रहे थे। അവനെ ആർക്കും നന്നാക്കാൻ കഴിഞ്ഞില്ല. बहुत सारे पुलिस केसेस इसके ऊपर आ गया। അവന്റെ മേളിൽ ഒരുപാട് പോലീസ് കേസുകൾ वो ഉണ്ടായിരുന്നു. लड़कियों को लेकर बड़े बड़े 5 स्टार होटल्स में जाते थे और देने के लिए पैसा ना होने के कारण उस होटल की अथॉरिटीज उन्हें पुलिस में पकड़वा के वो जेल में जाना पड़ता था। അവൻ പെൺകുട്ടികളെ കൊണ്ട്
ഹോട്ടലുകളിൽ പോയി താമസിച്ച് കൊടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ആ ഹോട്ടൽ അധികാരികൾ അവനെ പോലീസിനെ ഏൽപ്പിക്കുമായിരുന്നു. और उन्होंने पासपोर्ट फॉर्ज किया, गलत तरीके से झूठा पासपोर्ट बनाने का कोशिश किया, അവന്റെ പാസ്പോർട്ട് അവൻ തെറ്റായ രേഖയുണ്ടാക്കുവാനായി ശ്രമിച്ചു. और उसके कारण वो पकड़ा गया, उसके लिए भी वो जेल में जाना पड़ा. അതിനും പിടിക്കപ്പെട്ടു, അതിനും ജയിലിൽ പോയിട്ടുണ്ട്. ऐसा एक कठोर पापी व्यक्ति कभी भी उद्धार में नहीं आ सकता है. അങ്ങനെ ഒരുത്തൻ എന്തെങ്കിലും രക്ഷപ്പെടുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? सभी लोगों ने कहा कि इसका जिंदगी तो खत्म हो गया है, എല്ലാവരും പറഞ്ഞു ഇവന്റെ ജീവിതം തീർന്നു. लेकिन एक व्यक्ति जाकर इस व्यक्ति को सुसमाचार सुनाता है. എന്നാൽ ഏതോ ഒരുവൻ ചെന്ന് അവനോട് സുവിശേഷം പറഞ്ഞു. यीशु उनके अंदर परिवर्तन लाता है. യേശു അവന്റെ ഉള്ളിൽ അവൻ മാനസാന്തരം കൊണ്ടുവന്നു. उसी रात वो यीशु को अपनाना शुरू कर लिया. അന്ന് രാത്രി അവൻ യേശുവിനെ സ്വീകരിച്ചു. यीशु को ग्रहण किया, अपने जिंदगी को यीशु के लिए दे दिया. അവൻ യേശുവിനെ സ്വീകരിച്ച് അവന്റെ ജീവിതം യേശുവിനായി കൊടുത്തു. वो व्यक्ति का नाम है जॉर्ज मुल्लर करके, हम जिसके बारे में कहते हैं जॉर्ज मुल्लर का इतिहास के बारे में मैंने कहा है. ആ വ്യക്തിയുടെ പേരാണ് ജോർജ് മുള്ളർ. ഇതാണ് തന്റെ ചരിത്രം. ए प्रेयरफुल वॉरियर करके जॉर्ज मुल्लर के बारे में कहा जाता ഒരു है. പ്രാർത്ഥനാ ധീരൻ എന്ന് തന്നെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. उनके ही घर में वो एक ऑर्फनेज चलाता था. തന്റെ വീട്ടിൽ തനിക്ക് ഒരു അനാഥാലയം ഉണ്ടായിരുന്നു. 10,000 से भी बच्चों को खाना खिलाकर उनका पूरा परवरिश करने वाला एक दर्शन परमेश्वर ने जॉर्ज मुल्लर के अंदर दिया था. 10,000-ലധികം അനാഥ കുഞ്ഞുങ്ങൾക്ക് തന്റെ കൈകൊണ്ട് ആഹാരം കൊടുത്ത് അവരെ പരിപാലിക്കാനുള്ള ദർശനം ദൈവം തനിക്ക് കൊടുത്തു. उसके पास उतना पैसा नहीं था, लेकिन पूरा रात वो घुटनों में बैठता था. अगले दिन सुबह परमेश्वर किसी ना किसी व्यक्ति को उसके घर में भेजते हुए जितना जरूरी है सारे जरूरतों को उनके लिए पूरा करके देते थे. തന്റെ കയ്യിൽ അതിന് മാത്രം പണം ഉണ്ടായിരുന്നില്ല. പക്ഷെ രാത്രി മുഴുവനും മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത ദിവസം അവർക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ദൈവം വ്യക്തികളെ അയക്കുമായിരുന്നു. एक बार उनके बच्चों को खाना देने के लिए कुछ भी उनके किचन में ना होने के कारण उन्होंने कहा कि कल खाना देने के लिए कुछ नहीं है. जॉर्ज मुल्लर जाकर अपने घुटनों में बैठकर पूरा रात प्रार्थना करना शुरू करता है. അടുത്ത ദിവസം തന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാനില്ലാതെ വന്നപ്പോൾ രാത്രി മുഴുവനും താൻ ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. हालेलुया. वहां से एक मिल्क वैगन जा रहा था, लेकिन वो गाड़ी खराब होने के कारण वो मिल्क वैगन जो मिल्क का बड़ा टैंकर है वो वहां से आगे जा नहीं पाया. ആ ഓർഫനേജിന്റെ മുന്നിൽ കൂടെ കടന്നുപോയ ഒരു പാലിന്റെ വണ്ടി അത് കേടായത് നിമിത്തം അവർക്ക് പോകുവാൻ കഴിയാതെ അത് അവിടെ ബ്രേക്ക് ഡൗൺ ആയി. रिपेयरिंग करने के लिए कोशिश कर रहा है, लेकिन वो व्यक्ति से परमेश्वर बातें कर रहा है कि यहाँ पर जॉर्ज मुल्लर नाम का व्यक्ति है, उधर जाओ और ये दूध पूरा उनके लिए दे दो करके उनसे पवित्र आत्मा बात कर रहा ആ है. വണ്ടി ഓടിക്കുന്ന വ്യക്തി അത് നന്നാക്കുവാൻ നോക്കി കഴിയാതെ വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്നോട് സംസാരിച്ചു. ഇന്നയിടത്ത് ഇന്ന ഒരു വ്യക്തിയുണ്ട്, അവിടെ കൊണ്ടുപോയി നീ ഓർഫനേജിൽ ഈ പാല് കൊണ്ട് കൊടുക്കണം. एक बेकर से पवित्र आत्मा बात कर रहा है. हालेलुया. इतना रोटी ये फलाना जगह पे जॉर्ज मुल्लर की ऑर्फनेज में जाकर दे दो बोलकर, हालेलुया, अगले दिन सुबह 4 बजे ये बेकर पूरा खाना लेकर इनके ऑर्फनेज के सामने आकर खड़ा है. ഒരു റൊട്ടി ഉണ്ടാക്കുന്ന വ്യക്തി, ഒരു ബേക്കറിക്കാരൻ തന്റെ ദൈവിക ഇടപെടൽ നിമിത്തം താൻ രാവിലെ തന്നെ ആ ഓർഫനേജിന് ആവശ്യമാകുന്ന ബ്രെഡുമായി ആ ഓർഫനേജിൽ എത്തുവാനിടയായി. जॉर्ज मुल्लर जब अपने घुटनों से खड़ा हुआ, प्रार्थना के कमरा से जब खड़ा हुआ, वो बेल की आवाज सुन रहा है. जब जाकर खोल कर देखा, उतने बच्चों को जितना खाना है, जितना दूध चाहिए था, पूरा उनके घर के सामने तैयार होकर खड़ा है. തന്റെ പ്രാർത്ഥന മുറിയിൽ തന്റെ കോളിംഗ് ബെല്ല് കേട്ടപ്പോൾ തനിക്ക് ദൈവം ആവശ്യമായ സകലതും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് എത്തിച്ചു കൊടുത്തത് കാണുവാനിടയായി. इतना बड़ा एक प्रार्थना योद्धा को परमेश्वर ने तैयार किया. उसका इतिहास जब हम सुनते हैं, कभी भी यीशु को जानने के लिए या इस व्यक्ति के अंदर कोई भविष्य रहेगा करके किसी को पता भी नहीं, क्योंकि इतना गिरा हुआ एक अवस्था था. लेकिन परमेश्वर ऐसा व्यक्ति को भी चुनता है और परमेश्वर के कार्यों के लिए परमेश्वर तैयार करता है. ഇത്ര പ്രാർത്ഥനാ വീരനായ
പ്രാർത്ഥന മനുഷ്യനായ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അവൻ ഒരിക്കലും രക്ഷപ്പെടുമെന്നോ ഒരു ഭാവി ഉണ്ടാകുമെന്നോ ഒരു നല്ല ജീവിതം ഉണ്ടാകുമെന്നോ ഒരു പ്രതീക്ഷയുമില്ലാത്ത ഒരു ഒരു ഭൂതകാലം ഇവന്റെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നുവെന്നും അങ്ങനെ ഒരു വ്യക്തിയെ ഇങ്ങനെ ഒരുവനാക്കി മാറ്റുവാൻ ദൈവം മനസ്സലിഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. हालेलुया, प्रेज़ लॉर्ड. पौलुस नाम का व्यक्ति के बारे में हम जानते हैं. पौलुस कहता है कि मैं तो बचने का कोई चांस नहीं था, लेकिन उसने मुझ पर दिखाया हुआ उस महान दया के कारण आज मैं उसके लिए खड़ा हूं. പൗലോസ് പറയുന്നുണ്ട്, രക്ഷപ്പെടുവാൻ എനിക്ക് യാതൊരു അവകാശങ്ങളുമില്ല, യാതൊരു പ്രതീക്ഷയും എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു, പക്ഷേ ദൈവം കരുണ തോന്നി എന്നെ രക്ഷിപ്പാനിടയായി. काफी बातें वहां पर याद दिलानी, लेकिन समय के कमी के कारण मैं वहां पर समाप्त करना चाहूंगा. സമയക്കുറവ് കൊണ്ട് അവസാനിപ്പിക്കട്ടെ. लेकिन एक बात हम जल्दी से देखकर वहां पर हम समाप्त करेंगे. ഒരു ഭാഗം കൂടെ വായിച്ച് നമ്മൾക്ക് അവസാനിപ്പിക്കാം. उसके 16वें आयत में प्रेज़ लॉर्ड ये व्यक्ति उसमें से 10 लोगों में से एक व्यक्ति यीशु के पास लौट कर आता है. 16 വാക്യത്തിൽ അവരിൽ നിന്ന് ഒരുവൻ മാത്രം അടങ്ങി വന്നു. और यीशु के कदमों में गिरकर वो परमेश्वर को धन्यवाद कह रहा है. അവന്റെ കാൽക്കൽ കവിണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. 17वें आयत बड़े ध्यान से हम पढ़ना. 17ാമത്തെ വാക്യം ശ്രദ്ധിച്ചു വായിക്കണം. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? हालेलुया. वहां पर यीशु पूछ रहा है कि 10 लोग चंगाई हुआ था, 9 लोग कहाँ हैं करके यीशु पूछ रहा है. അവിടെ യേശുവാണ് ചോദിക്കുന്നത്, 10 പേര് ശുദ്ധരായി തീർന്നതിൽ 9 പേർ എവിടെ? That means Jesus is expecting, परमेश्वर उसका उम्मीद कर रहा है कि बाकी लोग भी यीशु के पास आकर धन्यवाद कहे. അതിന്റെ അർത്ഥം യേശുവിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, സൗഖ്യം പ്രാപിച്ച 10 പേരും അവന്റെ അടുക്കൽ നന്ദി പറയാൻ വരണമെന്ന്. यीशु ने कहा कि तू चले जा करके कहा, लेकिन यीशु के मन ही मन में एक आग्रह है, ये व्यक्ति कभी ना कभी तो वापस आकर मुझे एक धन्यवाद कहकर वो जाएगा. യേശു അവരോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞുവെങ്കിൽ പോലും യേശുവിന്റെ ഉള്ളിൽ അവർ മടങ്ങി വരും നന്ദി പറയാൻ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. इस व्यक्ति से पूछ रहा है कि बाकी के 9 लोग कहाँ हैं. हालेलुया. मतलब कुछ उम्मीद के साथ, बड़े एक्सपेक्टेशन के साथ यीशु पूछ रहा है कि वो लोग भी आएंगे करके मैंने सोचा था. 9 പേർ എവിടെ എന്ന് ചോദിക്കുമ്പോൾ യേശുവിന്റെ ഉള്ളിൽ അവർ മടങ്ങി വരുമെന്നുള്ള ഒരു പ്രതീക്ഷ നമ്മൾക്ക് ആ വാക്കുകളിൽ അറിയുവാനുണ്ട്. उसका मतलब हमसे भी परमेश्वर कुछ उम्मीद कर रहा है. അതിന്റെ അർത്ഥം നമ്മളിൽ നിന്നും കർത്താവ് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. केवल वो अनुग्रह कर रहा है, अनुग्रह पूरा पॉकेट में डालने के लिए नहीं है, बल्कि परमेश्वर आपने हमें चलाया है, आपने दिया है आपकी भलाई के लिए. परमेश्वर को हृदय के गहराई से हम धन्यवाद कहना बहुत जरूरी है. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ മുഴുവൻ പ്രാപിക്കുമ്പോൾ അത് വാങ്ങിച്ച് പോക്കറ്റിലിട്ട് ഇരിപ്പാനല്ല, ദൈവത്തിന് നന്ദി പറയാനും കൂടെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. हम में कोई योग्यता नहीं थे, हम नालायक थे, लेकिन उसका लहू हमें उसका बेटा बेटी बनाया. हालेलुया. पैसा देकर खरीद नहीं सकता है, इसके लिए पुत्र हम पर दया दिखाया. हम कितना ज्यादा उसकी ओर आभारी होना जरूरी है, कितना हमारे हृदय के गहराई से हम उसको धन्यवाद कहना जरूरी है. आज सुबह के वक्त हम परख कर देखने पाए. ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ, ഈ വീണ്ടെടുപ്പ് അനുഭവിക്കുവാൻ യാതൊരു പ്രതീക്ഷയും നമ്മുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. സൗഖ്യം വരുവാൻ ഒരു യോഗ്യതയും നമുക്കില്ലായിരുന്നു, പക്ഷെ ദൈവത്തിന്റെ ദയയാൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. आज हम एक प्रश्न पूछने पाए कि हम उस 10 लोगों में से एक व्यक्ति का जैसा है या उस 10 लोगों में से 9 व्यक्ति के समान है. ഇന്ന് രാവിലെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, 10 പേരിൽ ഒരുവനെ പോലെയാണോ അതോ 9 പേരെ പോലെയാണോ നമ്മൾ? Have I ever thanked my Jesus for the salvation? उस उद्धार के लिए यीशु को मैंने कभी भी क्या कभी धन्यवाद कहा है? क्या हमारे अंदर हम परख कर देखने पाए. നമുക്ക് ലഭിച്ച സൗജന്യമായ രക്ഷയുടെ അനുഭവത്തിന് ദൈവത്തിന് നമ്മൾ എന്തെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ശോധന ചെയ്യണം. किसी के जबरदस्ती के कारण हम आराधना कर रहे हैं या मेरे हृदय के अंदर से परमेश्वर के लिए आराधना उठ रहा है. ആരെങ്കിലും നിർബന്ധിക്കുമ്പോൾ സ്തോത്രം പറയുകയാണോ അതോ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഉയരുന്ന നന്ദിയുണ്ടോ? वो ग्रैटिट्यूड मेरा एक दिन के लिए ही है या हर दिन मैं परमेश्वर की ओर धन्यवाद ही मैं रह पा रहा ഞാൻ ഏതെങ്കിലും ഒരു ദിവസം മാത്രം നന്ദി പറയുന്നവനാണോ അതോ ദിനം പ്രതി ദൈവത്തോട് എനിക്ക് നന്ദിയുള്ള ഹൃദയമുണ്ടോ? मेरा जिंदगी पूरा यीशु के लिए देने के लिए उसने मेरे लिए मूल चुकाया है. അവന് വേണ്ടി എന്റെ ജീവിതം കൊടുപ്പാൻ ആ ദൈവം എനിക്ക് വേണ്ടി വില മുടക്കി. Are we ready to give our life to Jesus? हमारे जिंदगी
जिंदगी को यीशु के लिए देने के लिए, उसकी योजना के लिए देने के लिए क्या हम तैयार हो पाएंगे? അവൻ ഇഷ്ടത്തിനായി അവന്റെ ഹിതത്തിനായി നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മൾക്ക് ഒരുക്കമുണ്ട്. इस वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए, हर एक समय हम परमेश्वर की ओर धन्यवादी रहने पाए। हालेलुया। हम जैसे, मुझ जैसे नालायक को परमेश्वर ने यदि चुना है, तो हम हर एक समय परमेश्वर की ओर धन्यवादी रहना बहुत जरूरी है। हालेलुया। इस वचनों के द्वारा परमेश्वर हम सबको अनुग्रह से भरे, ऐसे अवसर और अनुमति दे। परमेश्वर की आदरणीय दासों को हृदय के गहराई से धन्यवाद देते हैं। परमेश्वर सबको अनुग्रह और आशीषों से भरने पाए। गॉड ब्लेस यू ऑल। हमें भी आपकी प्रार्थना में उठाए रखे। परमेश्वर सबको अनुग्रह और आशीषों से भरे। गॉड ब्लेस यू।